ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു കുഞ്ഞു ഈവനിങ് റൊട്ടീനാണ്. റൊട്ടീൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കുഞ്ഞു ഈവനിങ് വ്ളോഗ് അങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ ഇന്നൊരു പാർക്കിലൊക്കെ പോവാം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടൊരു കുഞ്ഞു വ്ളോഗ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ നമുക്ക് പോയാലോ? അപ്പം നമ്മുടെ റൂമിൻ്റെ അടുത്ത് ഒരു ചെറിയ പാർക്കുണ്ട്. അപ്പം നമ്മൾ ചെറുതിനെയും കൊണ്ട് കുറച്ച് നേരം ആ പാർക്കിൽ പോയി കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു വൈകുന്നേരം. ചെറുതിന് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് അതിനെ നമ്മൾ പുറത്തൊന്നും ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂപ്പര് നല്ല മൂഡ് ഓഫ് ആയിരുന്നു. അപ്പോൾ പാർക്കിൽ പോയിട്ട് കുറച്ച് നേരം ബാക്കി പിള്ളേഴ്സിനൊക്കെ കണ്ട് കുറച്ച് നേരം കളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ പാർക്കിലെത്തിയ സമയത്ത് മൂപ്പര് ഭയങ്കര കളിയായിരുന്നു. നമ്മൾ റൂമിൽ നിന്ന് പോകുമ്പോൾ ബോളൊക്കെ ആയിട്ടാണ് കേട്ടോ പോയത്. പക്ഷെ അവിടെ പോയപ്പോൾ വേറൊരു കുട്ടറെ ബോൾ കണ്ട് അത് പിടിച്ച് വാങ്ങി കളിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര കളിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ വേറൊരു മലയാളി കുട്ടീനെ കണ്ടു. അപ്പോൾ കുറച്ച് നേരം അവരുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞ് ആ നിരങ്ങുന്ന സാധനത്തിലൊക്കെ ഇരുന്ന് നിരങ്ങി അങ്ങനെയൊക്കെ ആയിട്ട് മൂപ്പരിങ്ങനെ ഫുൾ എൻജോയ് ചെയ്ത് കളിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് സമയമൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ഒരു ഇരുട്ട് പോലെ ആയി തുടങ്ങി. ചെറുതായിട്ട് തണുപ്പൊക്കെ വന്നു തുടങ്ങിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, തിരിച്ച് റൂമിൽ പോവാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ കുറച്ച് തണുപ്പൊക്കെ ആയി തുടങ്ങിയതിന് ശേഷം അപ്പോൾ ചെറുതിന് വേഗം സ്വെറ്ററൊക്കെ ഇടിപ്പിച്ചു, തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ച് റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇവിടെ നല്ല രസമാട്ടോ ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് ഈ തണുപ്പത്ത്. പിന്നെ ചന്തു വിളിച്ചു, അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ ഒരുമിച്ച് കണ്ടിട്ട് എങ്ങോട്ടെങ്കിലും പോവാം എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുകയായിരുന്നു. അങ്ങനെ അച്ഛൻ വന്ന് മൂപ്പര് അച്ഛൻ ഇങ്ങനെ ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വരിക. ഞങ്ങള് പോവാന്ന് അങ്ങനെ നമ്മൾ നമ്മൾ 4 ആളും കൂടി കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഒന്ന് ചായ കുടിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ചായ കുടിക്കാൻ ഇറങ്ങി. അപ്പം നമ്മുടെ അവിടെ ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് അവിടെ. അവിടെയാണ് നമ്മൾ ചായ കുടിക്കാൻ പോയത്. അങ്ങനെ ചിന്നു ഒരു പഴംപൊരിയാണ് വാങ്ങിയത്. അപ്പോൾ അവളത് കഴിച്ചു. ഞാൻ വാങ്ങിയതൊരു മുട്ട ബജ്ജിയായിരുന്നു. അത് ശംഖു തട്ടിപ്പറിച്ച് കൊണ്ടുപോയതുകൊണ്ട് ഒന്നും കൂടെ വാങ്ങി നമ്മൾ. പിന്നെ അവരവിടെ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചായിരുന്നു കേട്ടോ. ചിലപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ടുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ കോഫിയൊക്കെ വന്നു. ഞങ്ങൾ 2 ആളും കോഫിയാണ് പറഞ്ഞത്, ചന്തു ടീയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അമ്മയ്ക്ക് തന്നോളൂ, അമ്മ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് കഴിക്കുന്നു. അമ്മയ്ക്ക് തരൂ. ഇവിടുത്തെ കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഏലക്കായൊക്കെ ഇട്ടിട്ടാണ് അവർ കോഫി ഉണ്ടാക്കുക. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് കുടിച്ചതിനേക്കാളും ഇവരുടെ കോഫിയാണ് എനിക്ക് ഒന്നും കൂടെ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാനത് പറയുമായിരുന്നു, ഇവരുടെ കോഫി നല്ല രസമുണ്ടെന്ന്. അപ്പോൾ ചന്തു അതിൻ്റെ ഒരു കൗണ്ടർ പോലെ പറയാണ്, അതിന് അവൻ കോഫിയല്ല പറഞ്ഞത്, അവൻ ടീയാണ് പറഞ്ഞതെന്നുള്ളത് പറയുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ചെറുത് ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചെറുതിനിങ്ങനെ നമ്മുടെ വീട്ടിലത്തെ ആൾക്കാരെ വീഡിയോസൊക്കെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിങ്ങനെ കാണിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അവിടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛനും മോളും കൂടിയിട്ട് ഫ്ലൈറ്റ് പോകുന്നത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഫ്ലൈറ്റും മൂണും ചെറുതിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് രണ്ടും കൂടെ കണ്ടപ്പോൾ 2 ആളും കൂടെ നോക്കി നിൽക്കുകയാണ്. പാർക്കിലൊക്കെ പോയി ചായയൊക്കെ കുടിച്ചതിന് ശേഷം തിരിച്ച് റൂമിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാനുള്ള ക്ലിപ്സ് ഒന്നും എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചേ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മളൊരു ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വീഡിയോ എടുത്തില്ല, സത്യം പറഞ്ഞാൽ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഇവിടെ എത്തിയവൻ ഡ്രസ്സൊക്കെ മാറി. പിന്നെയാണ് ആലോചിച്ചത് നമ്മൾ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ ഇതൊരു എൻ പോർഷനാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞ് ഈവനിങ്. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല, പക്ഷേ ഇന്നൊരു കുറച്ച് വെറൈറ്റി ആയിട്ട് വന്നപ്പോൾ നമ്മൾ കാണിച്ചു എന്നേ ഉള്ളൂ. ഇന്നത്തെ ദിവസം
അങ്ങനെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ രാത്രിത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കണം, അത് കഴിക്കണം. പതിവ് പോലെ ഒരു മാങ്ങയുണ്ട്, ആ മാങ്ങ കഴിക്കണം, എന്നിട്ട് പിന്നെ കിടന്നുറങ്ങണം. ഇതൊക്കെ തന്നെയുള്ള പരിപാടി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.